ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് ഞാനാണ് കേട്ടോ, ഹർഷ. എന്റെ അച്ഛൻ പറയാറുണ്ടേ, കർക്കിടകത്തിലെ പൂവാലൻ ചെമ്മീനെ പിടിച്ചിട്ട് ചേനയും കൂട്ടി തീയൽ വെക്കണമെന്ന്. അപ്പൊ ഇന്ന് തീയലല്ല, കർക്കിടകത്തിലെ ചെമ്മീൻ പിടിച്ച് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കാം നമുക്ക്. ആദ്യം തന്നെ ചെമ്മീൻ ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. നന്നായിട്ട് ഇത് പിടിക്കണം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് വറുത്തെടുക്കാനാണേ. വറുത്തെടുത്തിട്ടാണ് നമ്മൾ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിവിടെ 2 കിലോ ചെമ്മീനും അതിനാവശ്യമുള്ള സാധനങ്ങളുമാണ് കേട്ടോ കണക്ക് പറയുന്നത്. ഒരു 1/4 കിലോ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ഇടിച്ചെടുത്തത് വേണേ. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, നാടൻ കറിവേപ്പിലാണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ, നല്ല ഫ്ലേവർ കിട്ടുവേ. ഒരു 50 ഗ്രാം കടുകും 50 ഗ്രാം ഉലുവയും കൂടെ ഒരു ബൗളിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് അച്ചാറിന് ഉപ്പ് ഒരിക്കലും നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത അല്ലേ. അപ്പൊ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 കിലോ നല്ലെണ്ണ, വിനാഗിരി, കായം, ഇത്രയാണ് കേട്ടോ നമുക്ക് അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നന്നായി തിളച്ച നല്ലെണ്ണയിലോട്ട് ചെമ്മീനൊക്കെ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇനിയിപ്പൊ ചെമ്മീൻ വറുത്ത് കോരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ചെമ്മീൻ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഷാലോ ഫ്രൈയിലും ഒരു തുള്ളി മുൻപിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വറുത്ത് കോരിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാല്, ആ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ, ആ നല്ലെണ്ണയിൽ തന്നെയാണ് കേട്ടോ കടുകും ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി ഉലുവയെല്ലാം നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തായിട്ട് കറിവേപ്പില ഇടാം. അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം നന്നായിട്ട് തുടച്ച് ഈർപ്പൊന്നും ഇല്ലാതെ വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. കറിവേപ്പില നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ആ പച്ചക്കുത്തെല്ലാം മാറുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ എണ്ണയിൽ കിടന്ന് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അച്ചാർ ഇടാനായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ മസാലകളുടെ എല്ലാം ഒരു പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഒരു 500 ml അളവില് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഈ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ചാറ് പരുവം കേട്ടോ, ആ രീതിയിൽ വേണം നമ്മൾ ഇതിന്റെ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാന്. ഈ സമയത്ത് നമ്മുടെ അച്ചാറിലേക്ക് ഉപ്പിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു 25 ഗ്രാം കായപ്പൊടി ചേർക്കണം. കായപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പൊ എന്റെ ഒരു കണക്കിന് 2 കിലോ അച്ചാർ ഉണ്ടാക്കാനായിട്ട് 20-25 ഗ്രാം കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പൊ കായവും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാറിനുള്ള മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി നമുക്ക് മൂടി വെക്കാവേ. നോൺ വെജ് അച്ചാറുകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അച്ചാറായിരിക്കും കേട്ടോ ഈ ചെമ്മീൻ അച്ചാറ്. അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിന്റെ ചൂടെല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു.